बिहारी जय राधा माधवा कुंज बिहारी जय गोपी जन वल्लभा गिरिवरधारी गोपी जन वल्लभा गिरिवरधारी यशोदनंदन व्रज जन रंजन यशोदनंदन व्रज जन रंजन यमुना तीरा वनचारी यमुना तीरा जय राधा माधवा कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय राधा माधव राधा माधव राधे जय प्रभुपदा जय प्रभुपदा जय प्रभुपदा जय प्रभुपदा जय जय प्रभुपाद 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 जय जय प्रभुपाद एवं विष्णु पर हम सबर गोचराचार्य अष्टोत्तर श्रीमती डिवाइन ग्रेस अभय चरणारविंद भक्ति वेदांत स्वामी श्रील प्रभुपाद की जय आनंद कोटि वैष्णव वृंद की जय श्री श्री राधा माधव की जय श्री श्रीमद् भगवत गीता की जय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 7 ഹരേ കൃഷ്ണ कार्पण्यदोषोपहत स्वभाव पृच्छामि त्वां धर्म सम्मूढचेता यच्छ्रेयस्यान्निश्चितं ब्रूहि तन्मे शिष्यस्तेऽहं शाधि मां त्वां प्रपन्नम् कार्पण्यदोषोपहत स्वभाव पृच्छामि त्वां धर्म सम्मूढचेता यश्रेयस्यान्निश्चितं ब्रूहि तन्मे शिष्यस्तेऽहं शाधि मां त्वां प्रपन्नम् कार्पण्यदोषोपहत स्वभाव पृच्छामि तां धर्म सम्मूढचेता
യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യാസ്തേഹം ഷാധിമാം ത്വാം പ്രപന്നം. കാർപ്പണ്യദോഷോ അപഹത സ്വഭാവ. കാർപ്പണ്യദോഷം കൊണ്ട് ബാധിക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയ ധർമ്മസമ്മൂഢ ചേത, ധർമ്മമേതെന്ന് സംശയിക്കുന്ന ചേതസോടു കൂടിയ അഹം ഞാൻ, ത്വാം അങ്ങയോട്, പൃച്ഛാമി ചോദിക്കുന്നു, യത് യാതൊന്ന്, മേ എനിക്ക്, ശ്രേയ ശ്രേയസ്യായിട്ട്, സ്യാദ് ഭവിക്കുമോ, തത് അതിനെ, നിശ്ചിതം നിശ്ചിതമായിട്ട് നിശ്ചയിച്ചിട്ട്, ബ്രൂഹി പറഞ്ഞു തന്നാലും, അഹം ഞാൻ, തേ അവിടത്തെ, ശിഷ്യ ശിഷ്യനാകുന്നു, ത്വാം അങ്ങയെ, പ്രപന്നം ശരണം പ്രാപിച്ചിരിക്കുന്നു, മാം എന്നെ, ശാധി ശാസിച്ചാലും. ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെ പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം. ഞാനിപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ്. ദയവായി ഉപദേശം തന്നാലും. ഭാവാർത്ഥം: പ്രകൃത്യാ തന്നെ ഭൗതിക കർമ്മങ്ങളെല്ലാം ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. ഓരോ അടിവയ്പിലും ആശങ്കയ്ക്ക് അവസരമുണ്ട്. അതുകൊണ്ട് ജീവിത ലക്ഷ്യം നിറവേറ്റാൻ ഉതകുന്ന വഴി കാട്ടിത്തരാൻ കഴിവുള്ള വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കേണ്ടതാണ്. താൻ ആഗ്രഹിക്കാതെ തന്നെ വന്നുപെടുന്ന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ ഒരു ആത്മീയ ആചാര്യന്റെ സഹായം തേടണമെന്ന് എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും വിധിക്കുന്നുണ്ട്. ആരും കൊളുത്താതെ തന്നെ ആളിക്കത്തുന്ന കാട്ടുതീ പോലെയാണ് ജീവിത പ്രശ്നങ്ങൾ. ജീവിതത്തിൽ ആഗ്രഹിക്കാതെ തന്നെ വിഭ്രാന്തികൾ വന്നുപെടുന്നു. ലോകത്തിന്റെ സ്ഥിതി അങ്ങനെയാണ്. കാട്ടുതീ ആർക്കും ആവശ്യമില്ലെങ്കിലും അത് കത്തിപ്പടരുക തന്നെ ചെയ്യും. നമ്മൾ സംഭ്രാന്തരാകുന്നു. ജീവിതത്തിലെ സംഭ്രാന്തികളിൽ നിന്ന് മോചനം കൈവരിക്കാനും ശാസ്ത്രസമ്മതമായ പരിഹാരം നേടാനുമായി കൊണ്ട് ഒരാൾ പാരമ്പര്യമുള്ള ആത്മീയ ഗുരുവിനെ സമീപിക്കേണ്ടതാണെന്ന് വൈദിക ഗ്രന്ഥങ്ങൾ ഉപദേശിക്കുന്നു. വിശ്വാസിനായ ആത്മീയ ഗുരുവിനെ ലഭിച്ച ഒരു വ്യക്തി എല്ലാം അറിയേണ്ടതാണ്. ഭൗതികമായ സംഭ്രമങ്ങളിൽ പെട്ടുഴലാതെ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കണം. അതാണ് ഈ ശ്ലോകത്തിന്റെ സാരം. ആരാണ് ഭൗതികങ്ങളായ വിഷയ പ്രശ്നങ്ങളിൽ പെടുന്നത്? ജീവിതത്തിന്റെ സമസ്യകളെ പറ്റി അറിയാത്തവൻ. ബൃഹദാരണ്യ ഉപനിഷത്തിൽ സംഭ്രാന്തനായ മനുഷ്യനെ പറ്റി പറയുന്നു. യോവാ ഏതദക്ഷരം ഗാർഗി അഭിദത്വാദ് അസ്മാത് ലോകാത് പ്രയാതി സ കൃപണഃ. ആത്മസാക്ഷാത്കാരത്തിന്റെ ശാസ്ത്രം അറിയാതെ മനുഷ്യൻ എന്ന നിലയിൽ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാതെ പട്ടികളെയും പൂച്ചകളെയും പോലെ ഈ ലോകം ത്യജിക്കുന്നവൻ കൃപണനാണ്. ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു മനുഷ്യ ജന്മത്തെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ജീവാത്മാവിന് അത് ഒരു അമൂല്യ സ്വത്താണ്. അതുകൊണ്ട് ഈ അവസരം വേണ്ട വിധം ഉപയോഗിക്കാത്തവൻ കൃപണൻ തന്നെ. എന്നാൽ ബ്രാഹ്മണനാകട്ടെ ഈ ശരീരത്തെ ബുദ്ധിപൂർവം ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഏതദക്ഷരം ഗാർഗി വിദിത്വ അസ്മാത് ലോകാത് പ്രൈതി സ ബ്രാഹ്മണഃ. ഭൗതികമായ ജീവിത വീക്ഷണത്തോടെ സ്വന്തം കുടുംബം, സമൂഹം, രാജ്യം എന്നിവയിൽ ആവശ്യത്തിലധികം സ്നേഹം പുലർത്തിക്കൊണ്ട് സമയം പാഴാക്കുന്നവനാണ് കൃപണൻ. ഭാര്യ, മക്കൾ, മറ്റംഗങ്ങൾ എന്നിവരടങ്ങുന്ന കുടുംബജീവിതം മിക്കവാറും എല്ലാ പേരും ഇഷ്ടപ്പെടുന്നു. ഇതൊരുതരം ത്വക്ക് രോഗത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണെന്ന് പറയാം. കുടുംബങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ തനിക്ക് കഴിയുമെന്ന്, അല്ലെങ്കിൽ കുടുംബങ്ങൾക്കോ സമൂഹത്തിനോ തന്നെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്ന് കൃപണൻ വിചാരിക്കുന്നു. അത്തരം കുടുംബ സ്നേഹം സ്വന്തം കുട്ടികളെ പോറ്റുന്ന താണതരം മൃഗങ്ങളിൽ പോലും കാണാം. കുടുംബാംഗങ്ങളോടുള്ള സ്നേഹവും അവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന ആഗ്രഹവുമാണ് തന്റെ സംഭ്രാന്തിക്ക് കാരണമെന്ന് ബുദ്ധിമാനായ അർജുനന് അറിയാം. തന്റെ കർത്തവ്യമായ യുദ്ധം കാത്തു നിൽക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ഈ സങ്കുചിതമായ ദൗർബല്യം മൂലം ആ കടമ നിറവേറ്റാൻ കഴിയുന്നില്ല. ഈ ഘട്ടത്തിൽ സർവോത്തമനായ ആത്മീയ ഗുരുവായ ശ്രീകൃഷ്ണനോട് അസന്നിഗ്ധമായി പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ ആവശ്യപ്പെടുകയാണ് അദ്ദേഹം. സൗഹൃദ സംഭാഷണങ്ങൾ നിർത്തി അർജുനൻ ശിഷ്യൻ എന്ന നിലയിൽ കൃഷ്ണന് സ്വയം സമർപ്പിക്കുന്നു.
ഗുരുവും ശിഷ്യനുമായുള്ള സംഭാഷണം ഗൗരവമുറ്റതാണ്. ഇനി പ്രാമാണികനായ ആധ്യാത്മിക ഗുരുവുമായി ഇത്തരം സംഭാഷണത്തിൽ ഏർപ്പെടാൻ അർജുനൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഭഗവത്ഗീത ശാസ്ത്രത്തിന്റെ ആദിമ ഗുരു കൃഷ്ണനും ഗീതാപഠനം നടത്തുന്ന ആദ്യത്തെ ശിഷ്യൻ അർജുനനുമായി. അർജുനൻ എങ്ങനെ ഗീതാസാരം ഉൾക്കൊണ്ടു എന്നത് ഭഗവത്ഗീതയിൽ തന്നെ വിവരിച്ചിട്ടുണ്ട്. കൃഷ്ണനിലെ അജനയാണ്, കൃഷ്ണൻ എന്ന വ്യക്തിയെയല്ല ശരണം പ്രാപിക്കേണ്ടതെന്ന മൂഢരായ ഭൗതിക പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു. കൃഷ്ണനിൽ അന്തർഗതൻ, ബഹിർഗതൻ എന്നിങ്ങനെ വ്യത്യാസമില്ല. ഈ സത്യം ഗ്രഹിക്കാതെ ഭഗവത്ഗീത പഠിക്കാൻ ശ്രമിക്കുന്നവൻ പമ്പരവിഡ്ഢിയാണ്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതമേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യത്കൃപാതമഹം വന്ദേ ശ്രീ ചൈതന്യമീശ്വരം. യത്കൃപാതമഹം വന്ദേ ശ്രീ ഗുരുവും. ഹരേ കൃഷ്ണ. കാർപണ്യദോഷോപഗതസ്വദ്ഭാവാ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാ ശ്രേയസ്യാന്വേഷ്ടിതം ബ്രൂഹി തന്മേ ശിഷ്യാസ്തേഹം ഷാദിമാം ത്വാം പ്രപന്നം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഹരേ കൃഷ്ണ. ഇതിന് മുമ്പേ ഉള്ള ശ്ലോകങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചു തരുമ്പോൾ ഇതൊരു വ്യത്യസ്തമായ ശ്ലോകമാണ്. ഒരു ഭഗവത്ഗീതയുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറയാവുന്ന ഒരു ശ്ലോകമാണിത്. അതായത് ഭഗവത്ഗീതയിൽ ഒരു വഴിത്തിരിവുണ്ടാക്കുന്ന ശ്ലോകം എന്ന ശ്ലോകം ആണിത്. ഇന്ന് നമ്മൾ ഭഗവത്ഗീത പഠിക്കാൻ കാരണം, ഭഗവത്ഗീതയുടെ തത്വങ്ങൾ പഠിക്കാൻ കാരണമായ ശ്ലോകവും ഇത് തന്നെയാണെന്ന് നമുക്ക് പറയാം. ഈ ശ്ലോകമാണ്, ഈ ഒരു ശ്ലോകമാണ് ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടുവന്ന വായിച്ചതിന് മുമ്പോട്ടുള്ള ശ്ലോകങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ശ്ലോകം. മുമ്പോട്ടുള്ള ഭഗവത്ഗീതയുടെ മുമ്പോട്ടുള്ള ഗതിയെ തുറന്നിടുന്ന ഒരു ശ്ലോകം. ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ശ്ലോകത്തിനെ വിശേഷിപ്പിക്കാം. അതെന്താണ് ഈ ശ്ലോകത്തിന് അങ്ങനെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, മുമ്പുള്ള ശ്ലോകങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വാക്ക് ഇതിനകത്തുണ്ട്. മുമ്പുള്ള ശ്ലോകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് പലതും ഉണ്ട്. എന്നിട്ട് അർജുനൻ വന്നിട്ട് പറയണ, നമ്മൾ ആദ്യം അർജുനൻ അദ്ദേഹത്തിന്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഞാൻ കാർപ്പണ്യ ദോഷം ബാധിച്ചവനാണെന്ന് അർജുനൻ പറയുന്നു. കാർപ്പണ്യ ദോഷം എന്ന് പറഞ്ഞാൽ ഹൃദയ ദൗർബല്യം ബാധിച്ചവൻ. നമ്മൾ പ്രഭുപാദിന്റെ പർപ്പട്ട് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, ആരാണോ ഈ ഭൗതിക ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാതെ ഈ ലോകം വിട്ടുപോകുന്ന ആൾ, അയാളാണ് കൃപണൻ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബൃഹത് മനഃ, അതായത് വളരെ ഉദാരമായ മനസ്സുള്ള ആള്. വിദ്യ പഠിക്കാനും മറ്റുള്ളവർക്ക് പഠിപ്പിക്കാനും ഒക്കെ ഉള്ള ഉദാരമായ മനസ്സുള്ള ആളാണ് ബ്രാഹ്മണൻ. ഇവിടെ കൃപണൻ എന്നാണ് പറയുന്നത്. കൃപണൻ എന്ന് പറഞ്ഞാൽ എന്നാൽ പിശുക്കൻ എന്നാണ് ഇതിനകത്ത്. മൈസർലി പേഴ്സൺ, അതായത് പിശുക്കൻ എന്നാണ് പറയുന്നത്. പിശുക്കന്റെ സ്വഭാവം എന്തെന്ന് പറഞ്ഞാൽ, പിശുക്കൻ അദ്ദേഹത്തിനുള്ളതൊന്നും അദ്ദേഹം ഉപയോഗിക്കില്ല, ശരിയായിട്ട് ഉപയോഗിക്കില്ല. അദ്ദേഹത്തിന് എനിക്ക് എന്തുണ്ടോ അതെല്ലാം എൻ്റെതാണ്, അത് എന്നിൽ നിന്ന് വിട്ട് നഷ്ടപ്പെടാൻ പാടില്ല, എനിക്കൊരു കുറവും വരാൻ പാടില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതെല്ലാം എൻ്റെത്, എനിക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് അതിനെ ഇങ്ങനെ സ്വന്തം കയ്യിൽ തന്നെ പിടിച്ച് അത് കുറച്ചുപോലും ഉപയോഗിക്കാത്ത വച്ചിരിക്കുന്ന ആളിനെയാണ് കൃപണൻ, പിശുക്കൻ എന്ന് പറയുന്നത്. ഇവിടെ കൃപണൻ എന്ന് പറയുന്നത് ഒരു അർത്ഥം കൂടെ പറയുന്നത് ഹൃദയ ദൗർബല്യം ബാധിച്ചവൻ. ഏത് തരത്തിലുള്ള ഹൃദയ ദൗർബല്യമാണ് അർജുനനെ ബാധിച്ചിരിക്കുന്നത്? മുൻപുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് മനസ്സിലാക്കി. എൻ്റെ പിതാക്കള്, എൻ്റെ പുത്രന്മാര്, എൻ്റെ പിതാവിന്റെ സ്ഥാനത്ത് എൻ്റെ സഹോദരങ്ങള്, ഇങ്ങനെയുള്ള ആൾക്കാരാണ് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞിട്ട് എനിക്ക് എങ്ങനെയാണ് സുഖം ലഭിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം അർജുനൻ ചോദിക്കുന്നു. ഇവിടെ ഒന്ന് അർജുനൻ പറയും, ഇവരെല്ലാം കൊന്നിട്ട് എനിക്ക് എങ്ങനെ സൂഹിക്കാൻ പറ്റും? ഞാൻ ഇവരെ ചെയ്തപ്പോൾ ഈ എൻ്റെ കുലമെല്ലാം നശിച്ചു പോവില്ലേ? അങ്ങനെ അർജുനൻ അദ്ദേഹത്തിന്റെ കുലത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ സന്തോഷത്തെ പറ്റിയും അദ്ദേഹത്തിന് പാപം ബാധിക്കുന്ന കാര്യത്തിന് ഞാൻ എൻ്റെത്, എൻ്റെ ആൾക്കാര്, ഇങ്ങനെയുള്ള ചിന്ത ബാധിച്ചിട്ട് അദ്ദേഹം സ്വന്തം ധർമ്മം ചെയ്യാൻ ആയിട്ട് വിഷണ്ണനാവുന്നു. മനുഷ്യർക്ക് രണ്ട് വിധത്തിൽ ഈ ഒരു എന്ത് പറയാം, ഈ നമ്മൾ പറയില്ലേ, രണ്ട് തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാവും. ഇത് വേണോ, ഇത് വേണോ, ഇത് ചെയ്യണോ, ഇത് ചെയ്യണോ.
ഈ ആശയക്കുഴപ്പം സാധാരണ ഉണ്ടാകുന്നത് രണ്ട് സ്ഥലത്തും ഉണ്ടാകുന്നുണ്ട്. ആത്മീയതയിലും ഉണ്ടാകാറുണ്ട്, ഭൗതികതയിലും ഉണ്ടാകാറുണ്ട്. ഭൗതികതയിൽ എങ്ങനെയാണ് ഇതുണ്ടാകുന്നത്? ശരിയാണോ തെറ്റാണോ? നമ്മള് ശരിയാണോ തെറ്റാണോ, ഇത് നമ്മൾ ഇത് ഞാൻ ചെയ്യണോ, ഇത് ചെയ്യണ്ടേ? ഇതാണ് ആ ഭൗതികതയിൽ ഉള്ള എന്താ ഈ ആശയക്കുഴപ്പം എന്ന് പറയും. ഈ രണ്ട് വിധത്തിലുള്ള ആശയക്കുഴപ്പം രണ്ടാണ്. അത് വേണോ ഇത് വേണോ, ഇങ്ങനെ ഒരു ദ്വന്ദ്വത്തിൽ ഒരു ദ്വിവിധം ആയിട്ടുള്ള ഒരു സാധനം, അതിനെയാണ്. അതായത് ഇത് വേണോ അത് വേണോ, അത് വേണോ ഇത് വേണോ എന്നുള്ള ആശയക്കുഴപ്പം നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഞാൻ ഇത് ചെയ്യണോ ഇത് ചെയ്യണ്ടേ, ഇത് ചെയ്ത് തന്നെ പാപം ബാധിക്കുവോ ഇല്ലേ, ഇങ്ങനെ രണ്ട് വിധത്തിൽ ഭൗതികതയിൽ ഉണ്ടാവും. ഇനി ആധ്യാത്മികതയിലുള്ള എന്താണ്? ഞാൻ ഇത് ഉപേക്ഷിക്കണോ വേണ്ടേ? അതാണ് ആധ്യാത്മികതമായിട്ടുള്ള ദൗർബല്യം എന്ന് പറയുന്നത്. ഞാൻ ഇത് ഉപേക്ഷിക്കണോ വേണ്ടേ എന്നുള്ളത് ഒരു ചിന്ത. ഞാൻ ഭൗതികമായ കാര്യങ്ങൾ വിടണോ, ആധ്യാത്മികമായിട്ട് ഉള്ള കാര്യങ്ങൾ സ്വീകരിക്കണോ, ഇത് എനിക്ക് അത് നഷ്ടപ്പെട്ടു പോവോ, ഇത് കിട്ടുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോവോ, അങ്ങനെ ഭൗതികത വിടണോ ആധ്യാത്മികത സ്വീകരിക്കണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഭൗതികതയിലും ഉണ്ട്, ആധ്യാത്മികതയിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ആശയക്കുഴപ്പമുണ്ട്. രണ്ട്, ഇവിടെ ഈ കാർപ്പണ്യദോഷോ അപഹത സ്വഭാവ, കാർപ്പണ്യദോഷം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അപഹത സ്വഭാവ, ബാധിക്കപ്പെട്ട സ്വഭാവമായി മാറി. അദ്ദേഹത്തിന്റെ കാർപ്പണ്യദോഷം, ഈ ദൗർബല്യം, ഹൃദയത്തിന് ഈ ദൗർബല്യം ബാധിച്ച് മാറ്റിയിട്ടുണ്ട്. പൃച്ഛാമിത്വാം ധർമ്മസമ്മൂഢചേത, ധർമ്മം എന്താണ് എന്ന് എനിക്കറിയാം. എന്താണ് ശരിയായ ധർമ്മം എന്ന് അറിയാൻ പറ്റാതെ ഞാൻ കുഴങ്ങുന്നു. ഇവിടെ ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു. ഈ ശ്ലോകത്തിന് അല്ലെങ്കിൽ ഈ വഴിത്തെരുവിന് കാരണമാക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള 4-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, തദ്വിധി പ്രണിപാതേന പരിപ്രശ്ന എന്നുള്ള പറയുന്നുണ്ട്. ഇവിടെ അദ്ദേഹം ശിഷ്യനാകുന്നു. അർജുനൻ സ്വയം ശിഷ്യനായി മാറുകയാണ് ചെയ്യുന്നത്, ശരണാഗതിയും പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അർജുനൻ ശിഷ്യനായി തീരുന്നതിനും ശരണാഗതി പ്രാപിക്കുന്നതും രണ്ടും ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ വഴിത്തിരിവായിട്ട് മാറുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൃച്ഛാമിത്വാം. ഈ പൃച്ഛാമി എന്ന് പറയുന്ന വാക്ക്, അതാണ് ഏറ്റവും വഴിത്തിരിവാക്കുന്നത്. ഈ ഭഗവത്ഗീതയുടെ അങ്ങോട്ട് വഴിത്തിരിവാക്കുന്ന ഒരു വാക്ക്. എന്താണ് ഇതിന് വഴിത്തിരിവാക്കാൻ കാര്യം? ഇവിടുന്ന് ഭഗവത്ഗീത തുടക്കം മുതൽ ഇതുവരെ അർജുനൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ, അദ്ദേഹം പഠിച്ചിട്ടുള്ള ധർമ്മകാര്യങ്ങൾ. ഇത് അധർമ്മമല്ലേ കൃഷ്ണ? സഹോദരന്മാരെയും ബാക്കി ഗുരുസ്ഥാനീയത്തായിട്ടുള്ളവരെയും പുത്രസ്ഥാനീയരായിട്ടുള്ളവരെയും ഇവരെല്ലാം സ്വജനം ഹി കഥം ഹത്വാ സുഖിനസ്വാപമാധവ പാവമേധാശ്രയതത്മാൻ ഹത്വേദാനാദായിനഹ. പിന്നെ കുലസ്ത്രീകൾ നശിച്ചു പോയാൽ കുലം നശിച്ചു പോവില്ലേ? ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോ അഭിവാത്യത. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന് മുമ്പോട്ട് അങ്ങോട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം അർജുനൻ അദ്ദേഹത്തിന് അറിയാവുന്ന ധർമ്മങ്ങളെല്ലാം കൃഷ്ണനോട് പറയാണ്. അദ്ദേഹം സ്വയം കൃഷ്ണനടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. കൃഷ്ണനടുത്ത് അങ്ങോട്ട് പറയുകയാണ് ചെയ്യണത്. നമ്മൾ ഇസ്കോണിൽ നമ്മൾ വരുമ്പോൾ നമുക്കറിയാം, നമ്മള് കുറച്ച് ആദ്യം ആൾക്കാർ വരുമ്പോൾ ചില ആൾക്കാർ നമ്മളെ ഇങ്ങോട്ട് ഉപദേശിക്കും. അവർ വരുന്നത് എന്താണ്? ഈ ഇസ്കോൺകാർക്ക് ഒന്നും തന്നെ അറിയില്ല. അവരെ സദാസമയം കൃഷ്ണ ഗോവിന്ദ രാമ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കും. ഇങ്ങനെ നടന്നുകൊണ്ട് കഴിഞ്ഞാൽ എങ്ങനെ ഈ ലോകം മുമ്പോട്ട് പോകും? പിന്നെ ഇങ്ങനെ കുറെ പേര് ബ്രഹ്മചാരികളായ, പിന്നെ നിങ്ങളെല്ലാം ബ്രഹ്മചാരികളായി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തില് പിന്നെ പുതിയ സൃഷ്ടി ഉണ്ടാവണ്ടേ? ഈ ലോകം മുന്നോട്ട് പോകണ്ടേ? എല്ലാവരും സന്യാസിമാരായി ഈ ലോകം ആര് നടത്തിക്കൊണ്ട് പോകും? അങ്ങനെ ആ തരത്തിലുള്ള കുറെ സംശയങ്ങളായിട്ട് വന്ന് നമ്മളെ പഠിപ്പിക്കും. നമ്മൾ ഈ കണക്ക് ചോദ്യങ്ങളൊക്കെ പലരും വന്ന് ചോദിക്കും. നമ്മളും ഇസ്കോണിൽ വരുമ്പോൾ ഇങ്ങനെ നമുക്കറിയാവുന്ന നമ്മളെ തലയ്ക്കകത്ത് നമുക്ക് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറെ അറിവുകൾ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പല പല അറിവുകൾ നമ്മൾ എന്ത് ചെയ്യുന്ന കൊണ്ടുവന്ന് ആദ്യം അവതരിപ്പിക്കും. ഇതൊക്കെ കേട്ടിട്ട് ആ ഡിവോട്ടി അല്ലെങ്കിൽ ആ ഭക്തൻ ഇതൊക്കെ കേട്ട് സമാധാനത്തോടെ കേട്ടോണ്ടേയിരിക്കും. അദ്ദേഹം പറയുന്ന സകല ഫിലോസഫിയും കേട്ടോണ്ട്. ഇപ്പൊ ഞാൻ പോലും ഇസ്കോണിൽ വന്നപ്പോ എന്നെ പ്രീച്ച് ചെയ്യാനിരുന്ന പ്രഭുവിന്റെ അടുത്ത് ഞാൻ ആദ്യം കുറെ സമയം വന്ന് എനിക്കറിയാവുന്ന, ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന, ഞാൻ അന്ന് വരെ പഠിച്ചു വെച്ചിരിക്കുന്ന കുറെ ആത്മീയ കാര്യങ്ങളുണ്ട്, ധാർമ്മികമായ കാര്യങ്ങളുണ്ട്. അത് യഥാർത്ഥത്തിൽ ആത്മീയതയുമായിട്ട് ഒരു ബന്ധമില്ലാന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവിന്റെ ഏറ്റവും വലിയ സംഭവം. അതാണ്
അത് ഞാൻ വിചാരിക്കും ഇതൊന്നും അവർക്കറിയില്ല. ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം, ഇത് ശരിയും തെറ്റാണെന്ന് ഞാൻ പറയുമ്പോൾ അവർ റിയലൈസ് ചെയ്യും. അവർ ഇങ്ങോട്ട് മാറി വരും എന്നുള്ള രീതിയിലാണ് നമ്മളെ വന്ന് കൺവിൻസ് ചെയ്യുന്നത്. നമ്മൾ കുറെ പറയും, നമ്മൾ പഠിച്ചിട്ടുള്ള മായാവാദം പറയും, നമ്മൾ പഠിച്ചിട്ടുള്ള ഭൗതികമായ കാര്യങ്ങൾ പറയും. ഗൃഹസ്ഥനാവാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് പൂർണ്ണത ഉണ്ടാവും എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഒരു നമുക്ക് ബ്രഹ്മചാരി ആവാൻ പറയുമ്പോൾ നമ്മൾ പറയും, അല്ല മക്കളും ഒക്കെ ഉണ്ടായില്ലെങ്കിൽ, പുതിയ തലമുറ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് എങ്ങനെ പൂർണ്ണത ഉണ്ടാവും? ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ അല്ല, ഇനി നമ്മൾ കർമ്മകാണ്ഡ പ്രിൻസിപ്പൾസ് പറയും. അപ്പൊ ഗാർഹസ്ഥ്യം, അതല്ല ബ്രഹ്മചാര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, ഇതൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് വേണം നമ്മൾ എവിടെ പോകാൻ, ആധ്യാത്മികതയിൽ പ്രയോജിക്കാൻ. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇതൊന്നും ചെയ്യാതെ പോകാൻ പാടില്ല. അതുകൊണ്ട് ബ്രഹ്മചാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിക്കണം, ശരിയായിട്ടില്ല ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ശരിയാണ്. ഇങ്ങനെ നമ്മുടെ അറിവിലുള്ള സകല കാര്യങ്ങളും നമ്മൾ പറയും. ഇപ്പൊ ആദ്യം എന്ത് ചെയ്യും, കുറച്ച് വിവേകമുള്ള ബുദ്ധിമാനായ ഡിവോട്ടി ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കും. ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള എല്ലാം ഒഴിയുമ്പോൾ ഇത് ആലോചിക്കും, ഈ ഡിവോട്ടിക്ക് ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഒരു മാറ്റവും ഇല്ലല്ലോ. ആ പുള്ളി കൺഫ്യൂസ്ഡ് ആവും. ആ പറഞ്ഞ് ഇത്ര സമയം പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളി കൺഫ്യൂസ്ഡ് ആയി. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അവിടെ നിന്നിട്ട് ഒരു പറയുന്നു, അയ്യോ അങ്ങനെയൊക്കെ ആണ്, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്നൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ശരി നാളെ മുതൽ ഞാനും അങ്ങോട്ട് വരാം എന്നും പറഞ്ഞില്ല. അപ്പൊ ഇതൊന്നും പറയാതെ ഈ ഡിവോട്ടി ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്നു. അപ്പൊ ആ സമയത്ത് അദ്ദേഹം ഹമ്പിൾ ആവാൻ തുടങ്ങും. എന്തോ ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അദ്ദേഹത്തിന് യാതൊരു ചലനവും ഇല്ലാത്ത സ്ഥിതിക്ക് വേറെ എനിക്കെന്തോ കാര്യം മിസ്സായിട്ടുണ്ടെന്ന് തോന്നി. ആ നിമിഷത്തിലാണ് നമ്മൾ ആ ഡിവോട്ടിയെ കാര്യങ്ങൾ പറയാം. ആദ്യം അവർ പറയുന്നത് മുഴുവൻ ഒരു ഭക്തൻ കേൾക്കാൻ തയ്യാറാവും. അതിനുശേഷം മാത്രമാണ് പറയാൻ നമ്മൾ അങ്ങോട്ട് അവരെ ആത്മീയ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അവർക്ക് അറിയാവുന്ന കാര്യം, നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ പ്രദർശിപ്പിക്കണം. മറ്റൊരാളുടെ മുമ്പിൽ നമ്മൾ പ്രദർശിപ്പിക്കണം. എന്നിട്ട് അതിന് നമ്മൾ ചെയ്യണ ഉത്തമനായ ഒരാളിനെ കണ്ടുപിടിച്ചിട്ട് അയാളുടെ മുമ്പേ എൻ്റെ ഹൃദയത്തിൽ എന്താണോ അത് മുഴുവൻ ഞാൻ പ്രദർശിപ്പിക്കണം. എങ്കിൽ മാത്രമേ അതിന് ശരിയോ തെറ്റോ എന്ന് വിവേചിച്ച് അതിലെവിടെയാണ് എന്താണ് പ്രശ്നമെന്ന് ആ വ്യക്തിക്ക് എനിക്ക് പറഞ്ഞു തരാൻ കഴിയുകയുള്ളൂ, എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇവിടെ പൃച്ഛാമി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. ഇത്രയും സമയം അർജുനൻ ഭഗവാനെ ധർമ്മം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ധർമ്മത്തിനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു, ശരിയേത് തെറ്റേതെന്നുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കറക്റ്റ് പോയിന്റിൽ ആരെത്തി? അർജുനൻ ആദ്യമായിട്ട് പൃച്ഛാമി, ഞാൻ ചോദിക്കുന്നു. ഇവിടെ ആദ്യം ഞാൻ സ്വയം ശിഷ്യനാണ് എന്ന് പറയുന്നു, അല്ലേ? അതാണ് 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചതുപോലെ എന്താണ്? തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. തദ്വിധി പ്രണിപാതേന, ആദ്യം ശിഷ്യനാണ്. ശിഷ്യസ്തേഹം ശാതിമാം സ്വാം പ്രപന്നം. അതായത് പൂർണ്ണമായും ശരണാഗതി പ്രാപിക്കുകയാണ് അർജുനയുടെ. അപ്പൊ ശരണാഗതി പ്രാപിച്ച ഒരാൾക്ക് മാത്രമേ എപ്പോഴും ആധ്യാത്മിക കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഒരു ശിഷ്യന്റെ ക്വാളിറ്റി എന്താണ്? അദ്ദേഹം ഒരു ഗുരുവിനെ അദ്ദേഹം ശിഷ്യനായി തീരുന്നതിന് മുമ്പേ ഗുരുവിനെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിനുശേഷം ശിഷ്യനായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ആ ഗുരുവിന്റെ കയ്യിൽ ഒരു ടൂൾ മാത്രമാണ്, ഒരു ഉപകരണം മാത്രമാണ്. പിന്നെ ഗുരുവിനെ അയാൾക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. പിന്നെ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ സംശയരൂപേണ തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. സേവനത്തിൽ കൂടി, സേവന മനോഭാവത്തോടു കൂടി സേവനം ചെയ്ത്, അദ്ദേഹത്തിന്റെ പാദസേവനം ചെയ്തിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. നമ്മളൊരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കിയാൽ ഗുരുവിനെ, അത് കഴിഞ്ഞാൽ ഇല്ല. അതാണ് ശിഷ്യസ്തേഹം എന്ന് പറയുന്നത്. ഇവിടെ താം പ്രപന്നം, അർജുനനോട് പൂർണ്ണമായും എന്ത് ചെയ്യാണ്? കൃഷ്ണനെ ശരണം പ്രാപിക്കുകയാണ്. ഒരു ശിഷ്യനായി ഞാൻ അങ്ങേ ജഗദ്ഗുരുവായ കൃഷ്ണനെ അദ്ദേഹം ഗുരുവായിട്ട് സ്വീകരിച്ച് ഞാനൊരു ശിഷ്യനാണ്. ഇവിടെ അർജുനൻ ആത്മീയ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കൃഷ്ണന്റെ അടുത്ത് നിന്ന് ശരിയായ ധർമ്മം എന്താണ് പറഞ്ഞ ധർമ്മസമ്മൂഢ ചെയ്ത, എനിക്ക് എന്താണ് ശരി, ധാർമ്മികമായിട്ട് ശരിയത് തെറ്റെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. അതുകൊണ്ട് ശാധിമാം, എനിക്ക് വ്യക്തമായിട്ട് ഉപദേശിച്ചു തന്നാൽ, നിശ്ചയമായിട്ട് പറഞ്ഞു തന്നാൽ എന്താണ് ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ കൃഷ്ണൻ പറയാം, എനിക്ക് പറഞ്ഞു തന്നാൽ അത് ഞാൻ നോക്കട്ടെ എന്നല്ല പറഞ്ഞത്. നിശ്ചിതം ബ്രൂഹിതന്മേ എന്നാണ് അർജുനൻ പറയുന്നത്. നിശ്ചിതം ബ്രൂഹിതന്മേ, എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത് നിശ്ചിതമായിട്ട് എനിക്ക് പറഞ്ഞു തരിക. അത് പറഞ്ഞു തന്നാൽ ഞാനത് കറക്റ്റായിട്ട് ശരിയായിട്ട് മുഴുവനായിട്ട് ഞാൻ പാലിച്ചിരിക്കും. അവിടെ പിന്നെ എനിക്ക് രണ്ടാമത് വേറൊരു ചിന്തയ്ക്ക്
വേറൊരു ചിന്തയ്ക്ക് അവസരമില്ല, ഞാൻ വേറൊരു ചിന്തയ്ക്ക് പോവില്ല, കറക്റ്റായിട്ട് ഞാൻ ശരണം പ്രാപിച്ചു, മുഴുവനായിട്ട് ഞാൻ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കും. അതാണ് പറയുന്നത്, യശ്രേഷാൻ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യത്തേകം ഷാദിമാം ത്വാം പ്രപന്നം. ഞാൻ അങ്ങനെ ശരണാഗതി പ്രാപിക്കുന്നു. അപ്പൊ ഒരു ശിഷ്യൻ, ഒരു യഥാർത്ഥത്തിൽ ഒരു ശിഷ്യൻ എങ്ങനെ ആയിരിക്കും എന്ന് ഭഗവത്ഗീതയിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ പഠിക്കുന്ന ആ കാര്യങ്ങള്, ഒരു ശിഷ്യന്റെ ക്വാളിറ്റി എന്തൊക്കെയാണെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന ശേനയ ഉപദിഷ്ടം ദേശാനം ജാനിന തത്വദർശിന. അപ്പൊ ആ തത്വദർശി ആൾക്കാർ പറയുമ്പോൾ ഒരു ശിഷ്യൻ എങ്ങനെയായിരിക്കും അയാളെ ശരണം പ്രാപിക്കേണ്ടത് പറയുന്നത് ഇവിടെ അക്ഷരാർത്ഥത്തിൽ ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ശ്ലോകത്തില് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ സ്വന്തം കർത്തവ്യത്തില് ഞാൻ സ്വന്തം കർത്തവ്യം ചെയ്യാൻ ഞാൻ ഭ്രമിച്ചു പോയി, ഞാൻ എന്താണ് ശരിയാണ് തെറ്റേതാണെന്ന് അറിയാൻ പറ്റാതെ ഞാൻ ഭ്രമിച്ചിരിക്കുകയാണ്. ഈ ഭ്രമത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരാണെങ്കിൽ ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു ശ്ലോകം, നമ്മൾ ഈ പറഞ്ഞ ഈ ശ്ലോകത്തിന് ഈ ഒരു ശ്ലോകത്തിൽ ഉള്ള ആ പൃച്ഛാമി എന്ന് പറയുന്ന വാക്ക് ഇന്ന് നമുക്ക് ഭഗവത്ഗീത നമ്മുടെ കയ്യിൽ എത്തിക്കാനും അർജുനനെ ഈ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക വഴിത്തിരിവ് ആക്കി മാറ്റാനും സാധിക്കും. അപ്പോൾ ഒരു ആധ്യാത്മികത ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ഓരോ ആൾക്കാരും അർജുനന്റെ ഈ വഴി ശരിയായിട്ട് സ്വീകരിക്കേണ്ടതാണെന്ന് പ്രഭുപാദ് പറയുന്നുണ്ട്. അപ്പൊ ഇത് പറയുന്നുണ്ട്, പ്രകൃതിയാ തന്നെ ഭൗതിക കർമ്മങ്ങൾ ആരെങ്കിലും അമ്പരിപ്പിക്കുന്നതാണ്, ഓരോ അടിവയ്പിലും ആശങ്കയ്ക്ക് അവസരമുണ്ട്, അതുകൊണ്ട് ജീവിത ലക്ഷ്യം നിറവേറ്റാൻ ഉതകുള്ള വഴി കാട്ടാൻ കഴിവുള്ള വിശ്വാസിനായ ഒരു ആധ്യാത്മിക ഗുരുവിനെ ശരണം പ്രാപിക്കേണ്ടതാണെന്ന് പറയുന്നു. വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരുവിനെ ശരണം പ്രാപിക്കണം. അപ്പൊ ആധ്യാത്മികതയിൽ ആദ്യത്തെ പടി എന്താണ്? നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുക. ആധ്യാത്മികത എന്താണെന്ന് അന്വേഷിക്കുക, എന്താണ് ആത്മീയത എന്ന് നമ്മൾ അന്വേഷിക്കാൻ ശ്രമിക്കുക. അന്വേഷിക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് ആവശ്യമുള്ള സാധനം ഞാൻ തന്നെ പാകം ചെയ്ത് ഞാൻ തന്നെ അതുകൊണ്ട് സംതൃപ്തനായിരിക്കരുത്. എനിക്കിഷ്ടമുള്ള കിച്ചടി ഞാൻ ഉണ്ടാക്കിക്കോളാം അല്ലെ, ഒരു കിച്ചടിയിൽ എന്തൊക്കെ മലക്കറി ഇടണം, ഏതൊക്കെ ചേരുവ ഉണ്ടാക്കണം എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതല്ലാതെ ഞാൻ അന്വേഷിക്കുന്നു, ഇന്നതാണ് കിച്ചടി എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കുന്നു, എന്റെ പിസയിൽ ഇന്നൊക്കെ ചേരണമെന്ന് ഞാൻ തന്നെ വിചാരിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ സ്വയം എനിക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തി അതിൽ സംതൃപ്തനായി അതിനെ തന്നെ ആണ് പരമമായിട്ടുള്ള കാര്യമെന്ന് വിചാരിച്ചിരിക്കരുത്. ഒരുപാട് ഫാൾസ് ഗുരുക്കന്മാർ ഉണ്ടാകുന്ന അങ്ങനെയാണ്. അവർക്ക് ഒരുപാട് ആധ്യാത്മികത അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ ഈ കണ്ടുകെട്ടുന്ന ഇന്നത്തെ നമ്മൾ കണ്ടെത്തുന്ന കപട ഗുരുക്കന്മാർ അല്ലെങ്കിൽ നമ്മളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന ഗുരുക്കന്മാർ പലരും സംഭവിക്കുന്ന ഇതാണ്. അവർക്കെല്ലാം ആധ്യാത്മികത ആഗ്രഹമുണ്ട്, അവർ ആധ്യാത്മികതയെ കുറിച്ച് മനസ്സിലാക്കും, പക്ഷെ അവർ ആധ്യാത്മികതയ്ക്ക് അവരുടെ ഉള്ളിലുള്ള സംശയങ്ങൾക്ക് അവർ തന്നെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് അതിൽ തന്നെ അവർ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കും. അപ്പൊ ആധ്യാത്മികതയിൽ ആദ്യത്തേത് നമ്മൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ആ അന്വേഷിക്കുന്ന നമ്മളെ ആധ്യാത്മികതയെ കുറിച്ചുള്ള നമ്മളെ അന്വേഷണത്തിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഒരു ശരിയായ ഒരാളിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു ശരിയായ ആളിനെ കണ്ടെത്തണം, ശരിയായ ഒരു ആധ്യാത്മിക ഗുരുവിനെ നമ്മൾ കണ്ടെത്തണം. സ്വയം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ ചോദ്യങ്ങൾക്ക് നമ്മളുള്ള ഉത്തരമെല്ലാം. ഇപ്പൊ ഞാനൊക്കെ ആദ്യമായിട്ട് വിചാരിച്ചു ഒരു ഈ ഈശ്വര വിശ്വാസം ഇല്ലാതെ പോകുന്ന ഈശ്വര വിശ്വാസത്തിൽ നിന്ന് ഈശ്വര വിശ്വാസം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ നമുക്ക് ഈ പറയുന്ന പുരാണങ്ങളിൽ പറയുന്നതിനൊക്കെ ഒരു സൊല്യൂഷൻ വേണം. അപ്പൊ എന്താണ് പറയുക, അപ്പൊ ഈ പുരാണങ്ങളൊക്കെ എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അപ്പൊ ഈശ്വരനെ കുറിച്ചൊക്കെ എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? അതെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ ഒരു സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ടാണ്. ഞാൻ വളരെ വിശദമായിട്ട് എൻ്റെ യുക്തിയുക്തമായിട്ട് ഞാൻ അത് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അത് കേൾക്കുന്ന ഒരാൾ കുറച്ച് പേരെന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. വളരെ പണ്ഡിതനാണ്, ഈ പറയുന്ന ആൾ വളരെ പണ്ഡിതനാണ്, അയാൾ കാര്യങ്ങളൊക്കെ അറിയാം, ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല, നമ്മളെല്ലാം ഈശ്വരന്മാരാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ മരണത്തിന് ശേഷം ഇതൊന്നും എല്ലാം ഒരു വലിയ കുടത്തിനകത്തിരിക്കുന്ന വെള്ളവും കുടം പൊട്ടിക്കഴിഞ്ഞാൽ ആ കുടത്തിനകത്തുള്ള വായും കുടത്തിന് പുറത്തുള്ള വായുവും പുറത്തിനകത്തുള്ള വെള്ളവും പുറത്തുള്ള വെള്ളവും എല്ലാം ഒന്നാകുന്നത് പോലെയാണ്. അപ്പൊ ബാക്കി പിന്നെ അപ്പൊ എന്തിനാണ് ഈ ഈശ്വരനും ദേവീദേവന്മാരെയും ആരാധനയും ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇതെല്ലാം ഈ ഈശ്വര സങ്കല്പങ്ങളെല്ലാം നമുക്ക് വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ ഒരു സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ട്. ഇങ്ങനെ എനിക്ക് തോന്നുന്ന രീതിയിൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഒരു ആൻസർ കണ്ടുപിടിച്ച് ഞാൻ അതിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് നടക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ആധ്യാത്മികത ആഗ്രഹിക്കുന്ന ആൾ അതല്ല ചെയ്യേണ്ടത്. അയാൾ ഒരു ആധ്യാത്മിക ഗുരുവിനെ അന്വേഷിക്കണം.
അയാൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾക്ക് അയാൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയുന്നതിന് വേണ്ടിയിട്ട് അയാൾ ഒരു ശരിയായ ആധ്യാത്മിക ഗുരുവിനെ അന്വേഷിക്കണം. ഒരു ശരിയായ ആധ്യാത്മിക ഗുരുവിനെ അന്വേഷിച്ചിട്ട് എന്താണ് തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന, അദ്ദേഹത്തിന്റെ അടുത്ത് എന്ത് ചെയ്യണം? പ്രണിപാതേന സമർപ്പിച്ചിട്ട് പരിപ്രശ്നേന അദ്ദേഹത്തിന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കണം. ആ 3 പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന്, എന്ത് ചെയ്യണം? നമ്മൾ ആധ്യാത്മിക ഗുരുവിനെ അന്വേഷിക്കണം. രണ്ടാമത്തത്, ആധ്യാത്മിക ഗുരുവിനെ അന്വേഷിച്ചത് കണ്ടുപിടിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത് ചോദ്യങ്ങൾ പരിപ്രശ്നേന. മൂന്നാമത്തെ എന്താണ്? സേവയ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരണം. നമ്മുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാനല്ല. ഞാൻ ആധ്യാത്മിക ഗുരുവിന്റെ അടുത്ത് നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കും. അത് എനിക്ക് കുറച്ച് നോളജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കരുത്. പലരും ആധ്യാത്മിക ജ്ഞാനം അന്വേഷിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു നോളജ് ഉണ്ടാക്കുക, എനിക്ക് കൂടുതൽ അറിവുണ്ടാക്കുക. ആ അറിവുണ്ടാക്കിയിട്ട് ഇനി ഒരിടത്ത് ചെന്ന് അതിനെ പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ അത് എൻ്റെ ലൈഫിനെ എങ്ങനെ സക്സസ്ഫുൾ ആക്കാമെന്ന് അറിയുക. ഇപ്പൊ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വലിയൊരു ആംബയുടെ ഒരാൾ വന്നിരുന്നു. ആ പുള്ളി ആംബയുടെ ഒക്കെ ഒരുപാട് ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഈ ഭഗവത്ഗീത ക്ലാസ് ഒക്കെ ഒന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, അതെന്താ, കേൾക്കാമല്ലോ. അപ്പൊ നിങ്ങളുടെ സെന്റർ എവിടെയാണ്? എന്നെ ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യിക്കാമോ? കാരണം നമുക്ക് ഈ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ പലയിടത്തും നിങ്ങൾ ഈ ഭഗവത്ഗീതയുടെയും ഭാഗവതത്തിന്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പ്രയോജനപ്പെടും. അതൊക്കെ നമുക്ക് കോട്ട് ചെയ്യാം, അതൊക്കെ പറയാം. പുള്ളിയുടെ ഉദ്ദേശം അതാണ്. അതിനു വേണ്ടിയിട്ടാണ് പുള്ളി ഈ അറിവ് അന്വേഷിച്ച് ഒരാൾ അന്വേഷിച്ച് നടക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ശാതിമാം ത്വാം പ്രപന്നം, ശരണാഗതി ഭവിച്ചു. അപ്പൊ നമ്മൾ അതിന് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള മനോഭാവം ഇവിടെയാണ് നിശ്ചിതം ബ്രൂഹിതന്മ പറയുന്നത്. അർജുനൻ നിശ്ചിതമായിട്ട് പറഞ്ഞു തരണം, എന്താണ് ശരി എന്നുള്ളത്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറയുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആധ്യാത്മിക ഗുരുവിൻ്റെ ജ്ഞാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ശരിയായ ആധ്യാത്മിക ഗുരുവിനെ കണ്ടു പഠിച്ച് ആ ജ്ഞാനം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? നമ്മളെ ജീവിതത്തിൽ നമ്മളത് പകർത്താൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായിരിക്കണം. ഈ 3 പ്രോസസ്സ്. ഒന്ന്, നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. പിന്നെ രണ്ടാമത്തത്, ആ ചോദ്യങ്ങൾ പിന്നെ ആ ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന ഒരു ആധ്യാത്മിക ഗുരുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ കണ്ടെത്തണം. അതിനുശേഷം നമ്മൾ അത് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ തയ്യാറായിരിക്കണം. ഇതിന് 3നും അർജുനൻ തയ്യാറാണെന്ന് ഈ ശ്ലോകത്തിൽ കൂടെ ആദ്യം പറയുന്നുണ്ട്. ഞാൻ തയ്യാറാണ്, നിശ്ചയമായി പറഞ്ഞു തന്നാൽ മതി. ഞാൻ പണ്ഡിതനല്ല. അദ്ദേഹം ഇത്രയും സമയം ധർമ്മകാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഞാൻ പറയുന്ന ധർമ്മകാര്യങ്ങളിലൊക്കെ എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യണോ? ഞാൻ ക്ഷത്രിയ ധർമ്മമാണ് യുദ്ധം ചെയ്യേണ്ടത്. അതേസമയം എൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ളത് എൻ്റെ സഹോദരങ്ങളെയും ബന്ധുക്കളെയൊക്കെ കൊല്ലുക എന്ന് പറയുന്നതാണ്. എൻ്റെ കുലധർമ്മത്തിനെ തന്നെ ഇല്ലാതാക്കുന്ന കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ഏതാണ് ചെയ്യേണ്ടത്? ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ബന്ധുക്കൾ നശിക്കും, എനിക്ക് സ്വത്തും സമ്പത്തും ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. ഇവരെല്ലാം നശിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതിൽ സന്തോഷം ഉണ്ടാവില്ല. ഇനി രണ്ടാമത്, ക്ഷത്രിയന്റെ ധർമ്മമായിട്ടുള്ള യുദ്ധം ചെയ്യാം. ക്ഷത്രിയന്റെ ധർമ്മമായി യുദ്ധം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. പക്ഷെ സാധാരണ ആരും ക്ഷത്രിയ ധർമ്മം ചെയ്യാനായിട്ട് സ്വന്തം ബന്ധുക്കളെ കൊല്ലോ, വീട്ടിലുള്ളവരെ കൊല്ലാൻ വരുമോ? അർജുനൻ നിർബന്ധപൂർവ്വം വേറെ വഴിയില്ലാതെ ഈ യുദ്ധം സ്വീകരിച്ചതാണ്. പക്ഷെ അർജുൻ ഇവിടെ വന്നപ്പോൾ അർജുൻ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നതല്ല, സ്വന്തം വീട്ടുകാർ, സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ. അപ്പൊ ആ അവസ്ഥയിൽ നമുക്ക് അർജുനന് ഒരു കൺഫ്യൂഷൻ. അതായിട്ട് പറയാം, ധർമ്മസമ്മൂഢ ചേത, ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എനിക്ക് പറഞ്ഞു തരും. ഞാൻ അങ്ങ് എന്താണ് എന്നിട്ട് പറയണത്? ശിഷ്യസ്തേകം ഷാദിമാം പ്രാം. എനിക്ക് പിന്നെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൽ വേറൊരു പ്രശ്നം എനിക്കില്ല. ഞാനത് നിശ്ചയമായിട്ടും അത് ചെയ്തിരിക്കും. അതാണ് ഭഗവത്ഗീത. അർജുനൻ ഈ പറഞ്ഞ വാക്ക്, ഇത് നമ്മൾ ഭഗവത്ഗീത അവസാനമാവും നമുക്ക് പറയാം, കരിഷ്യേ വചനം തവ പറയുന്ന, ഞാൻ അങ്ങ് പറയുന്നത് ചെയ്യാം എന്ന് അർജുൻ പറയാം. കരിഷ്യേ വചനം, ഞാൻ അങ്ങ് പറയുന്നത് എന്താണെന്ന് ഞാൻ അനുസരിക്കുന്നു. അവസാനം അർജുനൻ എന്ത് ചെയ്യുന്നു? ഞാൻ അങ്ങ് പറയുന്നത് എന്താണോ അത് തന്നെ ഞാൻ ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ശ്ലോകം ഈ ഭഗവത്ഗീതയുടെ ഒരു വഴിത്തിരിവായിട്ടുള്ള ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ഗുരുവിൻ്റെയും ഒരു ശിഷ്യന്റെയും മനോഭാവം എന്നുള്ളതും, ഒരു ശിഷ്യൻ എന്തായിരിക്കണം എന്നുള്ളതും, ഇനി ഒരു ശിഷ്യൻ എന്തായിരിക്കണമെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് അർജുനൻ അതിനെ വെറുതെ കൃഷ്ണൻ പറഞ്ഞതല്ല, അത് യഥാർത്ഥത്തിൽ അർജുനൻ ആ ക്വാളിറ്റി ഉണ്ടായിരുന്നോ എന്നും കൂടി നമുക്ക് കാണിച്ചു തരാമെന്നത് ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാവും.
ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ കമന്റ് ഉണ്ടെങ്കിലോ ഒക്കെ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി എന്തെങ്കിലും കമന്റ്സോ ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ ഡിവോട്ടീസ് എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ക്ലാസ്. പ്രഭു, ഞാൻ വാട്സപ്പിൽ പ്രഭുവിനെ ഒരു ഡൗട്ട് ഒരു പുതിയ ഡ്യൂട്ടി അയച്ചെന്ന ഡീറ്റെയിൽസ് ഞാൻ അയച്ചിരുന്നു. അത് പ്രഭു കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, ഒരു മിനിറ്റ് പ്രഭു, ഞാൻ ഇപ്പൊ നോക്കാം. അത് ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. പ്രഭുവിന്റെ വാട്സപ്പിൽ നിന്നാണോ പ്രഭു അയച്ചിരിക്കുന്നത്? അതെ 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 പ്രഭു. ഓക്കെ. ഞാൻ ഭഗവത്ഗീതയിൽ എവിടെയോ 3 വിധത്തിലുള്ള ഭക്തന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവർ ഓരോ വിഭാഗത്തിന്റെയും പേര് പറഞ്ഞു തരുമോ? ഒന്ന്, ഞാൻ വിഭാഗങ്ങൾ പറയാം. ദൈവം എന്നത് ആ കാണുന്ന പ്രതിബിംബം മാത്രം ആണെന്നും നാം എന്ത് ആവശ്യം പറഞ്ഞാലും അതിൽ നീതിയില്ലെങ്കിൽ കൂടി മറ്റുള്ളവരോട് ദ്രോഹമാണെങ്കിൽ പോലും അതിന് തക്ക പ്രതിഫലം നേർച്ചയായി നൽകാമെന്ന് വാഗ്ദാനം നൽകുന്ന വിഭാഗം ഈ വിഭാഗത്തിന്റെ പേര്. ഇനി രണ്ടാമത്തെ വിഭാഗം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അവർ അമ്പലത്തിൽ പോയ ഒരു ആവശ്യവും പറയില്ല, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം കേഴും. ഈ വിഭാഗത്തിന്റെ പേര്. അമ്പലത്തിലൊന്നും പോകില്ല, എന്നാലും അവരുടെ ഉള്ളിൽ നിന്നും എപ്പോഴും ഭഗവാന്റെ പേര് ഉച്ചരിച്ചു കൊണ്ടിരിക്കും. ഈ വിഭാഗത്തിന്റെ പേര്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഭഗവത്ഗീതയിൽ എവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. കാരണം ദൈവം എന്നത് ആ കാണുന്ന പ്രതിബിംബം മാത്രമാണെന്നും നാം എന്താവശ്യം പറഞ്ഞാലും അതിൽ നീതിയില്ലെങ്കിൽ കൂടി മറ്റുള്ളവരോട് ദ്രോഹമാണെങ്കിലും അതിന് തക്ക പ്രതിഫലം നേർച്ചയായി നൽകാം എന്ന് വാഗ്ദാനം നൽകുന്ന വിഭാഗം ഈ വിഭാഗത്തിന്റെ പേര്. ഈ ക്ലാസ്സിലുള്ള ആരെങ്കിലും ഇങ്ങനെ ഒരു ഭഗവത്ഗീതയിൽ ഈ ഒരു വിഭാഗത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായി പറയുക. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഭഗവത്ഗീതയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം എന്നത് ആ കാണുന്ന പ്രതിബിംബം മാത്രമാണെന്ന് നാം എന്ത് ആവശ്യം പറഞ്ഞാലും അതിൽ നീതി ഇല്ലെങ്കിൽ കൂടി മറ്റുള്ളവരോട് ദ്രോഹമാണെങ്കിൽ പോലും അതിന് തക്കമായ പ്രതിഫലം നേർച്ചയായി നൽകാം എന്ന് വാഗ്ദാനം ചെയ്യുന്ന വിഭാഗം. ഈ വിഭാഗത്തിന്റെ പേര് കഥാമൃത പ്രഭു എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല പ്രഭു, ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല. രണ്ടാമത്തതും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അവർ അമ്പലത്തിൽ പോയ ഒരു ആവശ്യവും പറയില്ല, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പറയും. ഈ വിഭാഗത്തിന്റെ പേര്. ഇങ്ങനെ ഒരു വിഭാഗത്തിന്റെ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനും ഭഗവത്ഗീതയിൽ ഉണ്ടതായിട്ട് എനിക്കറിയില്ല. അതും ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക. ഇനി അമ്പലത്തിലൊന്നും പോകില്ല, എന്നാലും അവരുടെ ഉള്ളിൽ നിന്ന് എപ്പോഴും ഭഗവാന്റെ പേര് ഉച്ചരിച്ചു കൊണ്ടിരിക്കും. ഈ വിഭാഗത്തിന്റെ പേര്. ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഭഗവത്ഗീതയിലെ ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് ഭക്തന്മാരെ കുറിച്ച് 4 തരത്തിലുള്ള പറഞ്ഞിട്ടുണ്ട്. ചതുർവിധ ഭജന്തേമാം ജനാ സുഹൃദിനോ അർജുന ആർത്തോ ജിജ്ഞാസുർ അർത്ഥാർത്ഥി ജ്ഞാനീച പരദർശപ. ഭഗവാന് ശരണം പ്രാപിക്കുന്ന 4 തരത്തിലുള്ള ഭക്തന്മാരെ പറഞ്ഞിട്ടുണ്ട്. ചതുർവിധ 4 വിധത്തിലുള്ള പറഞ്ഞിട്ടുണ്ട്. ആർത്തഹ, ദുഃഖദാനായ ആൾക്കാരെ ഭഗവാന് ശരണം പ്രാപിക്കുമെന്ന് പറയുന്നുണ്ട്. അവരവരുടെ ദുഃഖ നിവാരണത്തിന് വേണ്ടിയിട്ട് അവര് ഭഗവാനെ ശരണം പ്രാപിക്കും. അവര് ഭഗവാന്റെ അടുത്ത് എന്താണ് പ്രാർത്ഥിക്കുന്നത്? അവര് ശരിയാണോ തെറ്റോ ഈ പറഞ്ഞ കണക്ക് പാപവും പുണ്യമൊന്നും അവർക്കറിയില്ല. പക്ഷെ അവർക്ക് ദുഃഖമുണ്ട്. അവർ ആ ദുഃഖത്തിന് നിവാരണത്തിന് വേണ്ടി ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ആൾക്കാരാണ് ഒരു വിഭാഗത്തിലുള്ളത്. പിന്നെ ജിജ്ഞാസു, എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഈശ്വരനുണ്ടോ, ഇത് ആത്മാവുണ്ടോ, ഇങ്ങനെ എന്താണ് ഇതിന് മരണത്തിന് ശേഷം ആത്മാവുണ്ടോ, എനിക്ക് ഈശ്വരനായിട്ടുള്ള ബന്ധം എന്താണ്, ഇങ്ങനെയൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതിനെ ജിജ്ഞാസു എന്ന് പറയും. ശാസ്ത്രം, ദൈവശാസ്ത്രം ഇതൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ആള്. അപ്പൊ ആർത്തൻ എന്ന് പറയുന്നത് ദുഃഖിതനായ ഒരാള്, അദ്ദേഹത്തിന് വേറൊന്നും കാര്യമില്ല, ഈശ്വരന്റെ മുമ്പ് ചെന്ന് പ്രാർത്ഥിക്കും, എന്റെ ദുഃഖത്തിന് നിവാരണം തരണേ, അങ്ങനെ അയാൾ ഭക്തനായി മാറും. ജിജ്ഞാസു, ഈശ്വരനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹത്തോട് വരുന്ന ഒരു ഭക്തൻ.
അർത്ഥാർത്ഥി, ദരിദ്രം കൊണ്ട്, കഷ്ടപ്പാട് കൊണ്ട്, ബുദ്ധിമുട്ട് കൊണ്ട്, കാശില്ലാതെ എനിക്ക് ഈ ഭൗതിക ലോകത്തിൽ ദുരിതവും ദുഃഖമാണ്, എനിക്ക് സമ്പത്ത് വേണം, ഐശ്വര്യം വേണം, ഭഗവാനെ എനിക്ക് സമ്പത്ത് തരണേ, ഐശ്വര്യം തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അർത്ഥാർത്ഥി, ധനത്തിന് വേണ്ടി വരുന്നതാണ്. അയാൾ ധനത്തിന് വേണ്ടി ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അയാൾ ഭഗവാൻ ആ പ്രാർത്ഥന സാധിച്ചു കൊടുക്കും. അയാൾ ചിലപ്പം ഭഗവാന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നേർച്ചകൾ ചെയ്തു കഴിക്കാം. ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ വരുന്നതായിരിക്കും. അയാൾക്ക് അയാള് ക്രൂരനാണോ ദ്രോഹിയാണോ എന്നുള്ളതല്ല, അയാൾക്ക് ധനം വേണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ബേസിക്കലി ഇവർക്കെല്ലാം അർത്ഥാർത്ഥി, ജ്ഞാനീച്ച പറഞ്ഞത്. ഇനി ഈശ്വരനാണ് എന്താണെന്ന് അറിയുന്നുള്ള ആൾ. ഈ 4 കാറ്റഗറിയിലും ഒരിടത്തും അയാള് ക്രൂരനാണോ, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന ആളാണോ എങ്കിൽ കൂടി ഭഗവാൻ ചെയ്യും എന്ന് പറയുന്നില്ല. പകരം എന്താണ്, ചതുർവിധ ഭജന്തേമാം ജന സുഹൃത്തിനോ അർജുന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 4 വിധത്തിലും ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ആൾക്കാരെ സുഹൃതികളായിട്ടാണ് പറയുന്നത്. അവർ പാപികളെന്നോ ക്രൂരന്മാരെന്നോ ഒന്നും അല്ല പറയുന്നത്. അവരെ സുഹൃതികളെന്നാണ് പറയുന്നത്. അവർക്ക് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും കൂടിയും ഭഗവാനെ ശരണം പ്രാപിക്കണമെങ്കിൽ അവർക്കൊരു സുഹൃതം ഉണ്ടായിരിക്കണം. ഈശ്വരൻ അവർ പുണ്യം ചെയ്ത ആൾക്കാരായിരിക്കണം, നന്മ ചെയ്ത ആൾക്കാരായിരിക്കണം, ഇല്ലേ? കാരണം അനേകം രാക്ഷസന്മാരും സമ്പത്തിനും ധനത്തിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഈശ്വര വിശ്വാസികളല്ലാത്തവരും ചെയ്തിട്ടുണ്ട്. അവരൊന്നും ഭക്തന്മാരായിട്ടില്ല. ഈ നിരീശ്വരവാദികളും ചെയ്യാറുണ്ട് കാര്യങ്ങൾ. അവരൊന്നും ഭക്തന്മാരായിട്ടില്ല. ഹിരണ്യകശിപുവും തപസ് ചെയ്ത് ഒക്കെയാണ് അവരൊന്നും നമ്മൾ ഭക്തന്മാരെന്ന് വിശേഷിപ്പിക്കാറില്ല. ഭക്തന്മാരെന്ന് പറയുന്ന കാറ്റഗറിയില് പ്രഭു ഈ ചോദിച്ച ഈ ചോദ്യങ്ങളിലുള്ള അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. ഒരാളെ ഏതൊരു വിധത്തിൽ ഭഗവാനെ ശരണം പ്രാപിക്കുകയോ അയാൾ സുഹൃതിയാണ്, ഏതെങ്കിലും നന്മ ചെയ്ത ആൾക്കാർ, അയാൾക്ക് മാത്രമേ ഭഗവാനെ ശരണം പ്രാപിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവുകയുള്ളൂ. ഇനി അതുകൂടെ അല്ലാതെ വളരെ ക്രൂരനായിട്ടുള്ള ആളാണെങ്കിലും ശരി, ഇനി ജഗായ് മദായിയെ പോലെ വളരെ വെള്ളമടിക്കുകയും വളരെ മോശമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടിയും അവരെ കൂടെയും ഭഗവാൻ അനുഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ടാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ടാണ് അവരെ രക്ഷിക്കുന്നത്. അപ്പൊ ക്രൂരന്മാരാണെങ്കിലും ദുഷ്ടന്മാരാണെങ്കിലും ചിലപ്പോൾ ഭക്തന്മാരുടെ കാരുണ്യം കൊണ്ട് അവർക്ക് അനുഗ്രഹം ഉണ്ടാവാം. പക്ഷെ ഈ പറഞ്ഞ 3 കാറ്റഗറി എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ ഞാൻ എവിടെയും പാലിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 4 കാറ്റഗറിയിലുള്ള ഭക്തന്മാരുണ്ട്, അവരെ കുറിച്ച് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ പ്രഭു? തീർച്ചയായും പ്രഭുജി, തീർച്ചയായും 100%. പ്രഭു, ആര് ഭഗവാന്റെ അടുത്ത് എത്തില്ല എന്നുള്ള ഒരു 4 കൂട്ടരും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ പറഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി. ഭഗവാന്റെ അടുത്ത് എത്താത്ത ആൾക്കാരെന്ന് പറയുന്നത്, ഒന്ന്, ഞാൻ ആ ശ്ലോകം കറക്റ്റായിട്ട് ഓർക്കുന്നില്ല പ്രഭു. ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമ. നമാം ദുഷ്കൃതിനോ, ദുഷ്കൃതികൾ ചെയ്യുന്ന ആൾക്കാര്, പ്രപദ്യന്തേ നരാധമ, മനുഷ്യരിൽ അധമന്മാരായിട്ടുള്ള ആൾക്കാർ, ഈശ്വരനെ അറിയാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടും അത് ചെയ്യാത്ത ആൾക്കാർ. ദുഷ്കൃതിനോ മൂഢ, കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷെ അത് ശരിയായിട്ട് അത് ശരിയായിട്ട് ഉപയോഗിക്കാത്ത. പ്രപദ്യന്തേ നരാധമ, മനുഷ്യരിൽ അധമന്മാരായിട്ടുള്ള ആൾക്കാർ. ഈ 3 പേർക്കും ഭഗവാനെ ഒരിക്കലും ശരണം പ്രാപിക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്നുണ്ട്. നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമ മായയാ അപഹൃതജ്ഞാന ആസുര്യം ഭാവം ആശ്രിത, അസുരിക ഭാവം ആശ്രയിച്ചവരും. അപ്പൊ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉള്ള ഒരു വ്യക്തത ഈ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ആർക്കും ഭക്തനാവാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ 4 തരത്തിലെ ഭക്തന്മാരാവാൻ പറ്റുന്ന ആൾക്കാരാണെന്നുള്ളതും ഭഗവാൻ പറഞ്ഞു. ഇനി ആർക്ക് പറ്റുന്നില്ല എന്നുള്ളതും ഭഗവാൻ പറഞ്ഞു. അപ്പൊ ഈ പറ്റുന്നില്ലാത്ത ആൾക്കാർക്ക് ഈ പറഞ്ഞതുപോലെ ഭക്തന്മാരാവാൻ പറ്റില്ല. അവർക്ക് ഒരിക്കലും ഈശ്വരന്റെ മുമ്പിൽ ചെന്ന് അദ്ദേഹത്തിന് അവരെ ശരണം പ്രാപിക്കാനും പറ്റില്ല. ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. നരാധമ, ദുഷ്കൃതി, മൂഢ, ഇവരൊക്കെ ആൾക്കാരാണ്. ഇവർക്കൊരിക്കലും ഭക്തന്മാരാകാൻ കഴിയുകയില്ല. സൂപ്പർ പ്രഭുജി, സൂപ്പർ. താങ്ക് യു പ്രഭുജി, താങ്ക് യു. നല്ല ആൻസർ, നന്നായിരുന്നു. താങ്ക് യു.
ഓക്കെ പ്രഭു. ഐശ്വര്യ മാതാജി. ഓക്കെ ഓക്കെ, താങ്ക് യു പ്രഭുജി, വളരെ നന്ദി. പ്രഭുവിന്റെ വിലപ്പെട്ട സമയത്തിൽ സാറ് പ്രഭു വന്നല്ലോ, നമുക്ക് മനോഹരമായ ഒരു ക്ലാസ് എടുത്ത് തന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു പ്രഭുജി. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് പുതിയതായിട്ട് അവസരം ഉണ്ടാക്കി തന്നതിനും വളരെ നന്ദിയുണ്ട് പ്രഭു. നന്ദി പ്രഭു. ഇന്ന് നമുക്ക് ക്ലാസ് എടുത്ത പ്രഭു ശരിക്കും ഇസ്കോൺ ട്രിവാൻഡ്രത്തിലെ ഹെഡ് പൂജാരിയാണ്. 35 വർഷങ്ങൾക്ക് പുറത്ത് ഭഗവാന്റെ സേവനം ചെയ്ത വലിയൊരു മഹാത്മാവാണ്. 30 വർഷം, എന്തായാലും 30 ഉണ്ട്, അതെനിക്ക് ഉറപ്പുണ്ട്. 30 വർഷം കൊണ്ട് ഭഗവത് സേവനം ചെയ്യുന്ന ഒരു നല്ലൊരു വൈഷ്ണവനാണ് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ ഭഗവാന്റെ കൃപയിൽ വന്നു ചേർന്നത്. അപ്പൊ ഇന്ന് എനിക്കറിയാം പുതിയതായിട്ട് ഒരുപാട് ഡിവോട്ടീസ് ആദ്യമായി ക്ലാസ്സിൽ കയറിയവരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ഭഗവത്ഗീത ബേസിക് സ്റ്റഡിയാണ്. ഭാഗവതം ക്ലാസ്സും ചൈതന്യ ചരിതാമൃതം നമുക്കുണ്ടെങ്കിലും ഭഗവത്ഗീതയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റഡി. അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിൽ എല്ലാ ദിവസവും ഞായർ ഒഴിച്ച ദിവസങ്ങളിൽ 7 മണി മുതൽ 8 മണി വരെ ഈ മനോഹരമായ സത്സംഗത്തിൽ നിങ്ങൾ ലോകത്ത് എവിടെ ഇരുന്നാലും ഒരുമിച്ച് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ക്ലാസ് എടുത്ത പ്രഭുവിനെ പോലുള്ള നല്ല നല്ല വൈഷ്ണവരുടെ മനോഹരമായ ക്ലാസ്സുകൾ കേൾക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു പ്രഭുജി, വളരെ സന്തോഷം. നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രഭുജി ഞാൻ എൻഡ് ചെയ്തോട്ടാ പ്രഭു? ഹരേ കൃഷ്ണ. ഓക്കെ, പ്രഭു വെക്കേറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു. വന്ന എല്ലാവർക്കും നന്ദി. ദണ്ഡോത് പ്രണാം. ഹരേ കൃഷ്ണ. താങ്ക് യു.